ഇടയ്ക്കൊക്കെ മണ്ണ് നനച്ചിട്ട് കൊടുത്താലേ ഈ മണ്ണിൽ കുളിക്കും ഇവർ. അപ്പോൾ അവരുടെ ആ ഒരു ഹീറ്റൊക്കെ റിഡ്യൂസ് ആവും. കോഴിക്കുഞ്ഞല്ല, ഇത് ചൈനീസ് കാട. ഫ്ലാറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു കുയിലാണ് ചൈനീസ് കുയിൽ. ഒട്ടും സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഒരാൾ മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അടുത്തടുത്ത് വന്ന് മുട്ടയിടും. ഈ കാണുന്ന കുഞ്ഞു മുട്ടയ്ക്കകത്ത് ഒത്തിരി കണ്ടൻസാണ് ഉള്ളത്. ഒത്തിരി കണ്ടൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഈ ചൈനീസ് കാടയുടെ എഗ്ഗ് നല്ല ഡിമാൻഡാണ് മാർക്കറ്റിൽ. സമ്മർ ആകുമ്പോൾ ഈ ആനിമൽസിൻ്റെ കൂട്ടത്തിൽ ഈ ചൈനീസ് കാട, കുയിൽ, ടർക്കി ഇമാതിരിയുള്ള കോഴികൾക്കും ഇതിനൊക്കെ നല്ലൊരു ഷെയ്ഡ് കൊടുക്കണം. നല്ല സൺലൈറ്റ് ഡയറക്റ്റ് എത്തിക്കാത്ത രൂപത്തിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് വെള്ളം കൊടുക്കണം. ഇവർ കൊടുക്കുന്ന ഫുഡും വാട്ടർ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഫുഡായിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലും സർവൈവ് ചെയ്യും. അതുമാത്രമല്ല, കൂടുതൽ എഗ്ഗും അതുപോലെ തന്നെ പ്രൊഡക്ഷനും ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമ്മർ സീസണിൽ. ഇതിൻ്റെ എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ലൊന്നും കളയരുത്. ആ മുട്ടയുടെ തോടെല്ലാം ആ ഭക്ഷണത്തിൽ കൂടെ തിരിച്ച് ഇവരുടെ ഫുഡിൽ കൂടെ തന്നെ അവർക്ക് കൊടുക്കണം. ഏരിയ നല്ല തണുപ്പുള്ള കാരണം ഈ അവിടെ ഈ ചെറിയ എലികളും മറ്റു ജീവികളൊക്കെ വരും. അവരെയൊക്കെ നോക്കുന്നത് നമ്മുടെ മയിലുമാണ്. മയിലു ഈ എപ്പോഴും ഈ കൂടിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടായിരിക്കും. ഇവരെ